വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സത്യഭാമയുടെ വീട്ടിൽ വരാന്തയിൽ ഇരുന്നു കൊണ്ട് പിള്ളയാണെങ്കിൽ കണക്കൊക്കെ നോക്കുന്നുണ്ട്. ഇത്രയും പണം പുറത്ത് കിടക്കുകയാണല്ലേ, പിന്നെ എങ്ങനെയാണ് ഇവിടെ പണം കാണുന്നത് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ ലിസ്റ്റൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ശ്രീധരൻ തന്നെ എത്രയും രൂപ തരാനുണ്ട്, 4 കടകളിലെ പൈസയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു കുഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ, ആദ്യം നിൻ്റെ ആയിരിക്കും മൂക്കിടിച്ച് പരത്തുന്നത്. ശ്രീധര നിൻ്റെ കാര്യം പോക്കാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കണക്കൊക്കെ ഓരോന്നായിട്ട് നോക്കി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് രോഹിത് ആണെങ്കിൽ എത്തുന്നുണ്ട്. അന്നേരം പിള്ളച്ചേട്ടാന്ന് പറയുന്നുണ്ട്. അന്നേരം സത്യമ്മ വിളിച്ചിരുന്നു എന്ന് പറയുമ്പോൾ പൈസയുടെ കാര്യത്തിന് തന്നെയാണ്, ഇവിടെ കൂടുതൽ കാശും കിട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ വിഷ്ണു ബ്രോ പോയേണ്ട സ്ഥലത്തൊക്കെ നമ്മൾ പോയിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പൊന്നി ചായയായിട്ട് വരുന്നുണ്ട്. അന്നേരം ഒരു ചായ ആവാമല്ലേ എന്ന് പിള്ള ചോദിക്കുമ്പോൾ ഇപ്പോൾ വേണ്ടെന്ന് പറയുകയാണ്. തുടർന്ന് പിള്ള വാങ്ങി കുടിക്കുന്നുണ്ട്. അന്നേരം എന്നാലും ഇവിടുത്തെ അവസ്ഥ കൂടി നോക്കണ്ടേ, രാഘവ സാറിൻ്റെ മരുന്ന് വാങ്ങാൻ പോലും ഇവിടെ കാശില്ല. സത്യാമ്മയാണെങ്കിൽ പണ്ട് മുതലേ കാര്യങ്ങളെല്ലാം രാഘവ സാർ ഉള്ളപ്പോൾ തന്നെ ഒറ്റയ്ക്കാണ് കാര്യങ്ങൾ നോക്കുന്നത്. ശാലിനി കുഞ്ഞിനോട് പോലും ഒന്നും അറിയിക്കില്ല. ഇവിടെ നിറങ്ങേണ്ടി വന്നപ്പോൾ പോലും പലഹാരം വിറ്റ് കാശുണ്ടാക്കില്ല, ആരുടെ മുന്നിൽ കൈ നീട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതുള്ള സത്യാമ്മയെ നമ്മൾ ഇങ്ങനെയെങ്കിലും സഹായിക്കണ്ടേ. വിഷ്ണുകുഞ്ഞ് ഒരു ദിവസം പോയേണ്ട സ്ഥലത്ത് നമ്മൾ 5 ദിവസം പോയാലും പൈസ പിരിച്ചുകൊണ്ട് വരികയാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ രോഹിത് ഇങ്ങനെ കേട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഭാമ വരുന്നുണ്ട്. അന്നേരം സത്യാമ്മയെന്ന് പറഞ്ഞ് അങ്ങോട്ട് എഴുന്നേക്കുകയാണ്. അന്നേരം നീ വന്നു അല്ലേ, പൈസയുടെ കാര്യത്തിനാണ്, പിന്നെ പോവേണ്ടതാണ്, എല്ലാം ഇങ്ങനെ വെളിയിൽ കിടക്കുകയാണെന്ന് പറയുമ്പോൾ അച്ഛൻ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഒന്ന് വീണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം അയ്യോ എന്നിങ്ങനെ രോഹിത് വെക്കുന്നുണ്ട്. അതിനെ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല, വിഷ്ണുവിനെ തിരക്കിയുള്ള നടപ്പാണ്. അവനാണെങ്കിൽ എവിടെയോ പോയി കിടക്കുകയല്ലേ, ഇവിടെ ആളുണ്ടെന്നോ ജീവിച്ചിരിപ്പുണ്ടെന്നോ എന്താ ഒന്നും അന്വേഷിക്കണ്ടല്ലോ, ഇനിയിപ്പോൾ വരുമ്പോൾ വരട്ടെ, അല്ലാതെ എന്താ ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ, മരിച്ചതിന് ശേഷമാണ് വരുന്നതെങ്കിൽ അസിത്തറയിൽ വിളക്ക് വെച്ച് അവൻ മാപ്പ് ചോദിക്കട്ടെ, അല്ല ഇനിയിപ്പോൾ ഞാൻ എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞ് ഭാമ സങ്കടം കൊണ്ട് അതെല്ലാം അങ്ങ് രോഹിത്തിനോട് പറയുകയാണ്. പൊന്നിയും പിള്ളയും ഒക്കെ അത് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് രോഹിത്തിനോട് പറയുന്നുണ്ട്, വാ നീ വന്ന അച്ഛനെ ഒന്ന് കാണ്, ആരെങ്കിലും ഉണ്ട് എന്നൊരു സമാധാനം ഉണ്ടാകട്ടെ, വാ എന്ന് വിളിച്ചുകൊണ്ട് രോഹിത്തിനെയും കൊണ്ട് ഭാമയാണെങ്കിൽ രാഘവനാരുടെ മുറിയിലേക്ക് പോകുന്നുണ്ട്. രാഘവനാർ കട്ടിലിൽ ഇങ്ങനെ ചാരി ഇരുന്ന് കണ്ണടച്ചിരിക്കുകയാണ്. നെറ്റിയിലാ വീണതിൻ്റെ ആ ഒരു ഒട്ടിപ്പൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അന്നേരം രോഹിത്താണെങ്കിൽ കട്ടിലേക്ക് ഇരുന്നിട്ട് അച്ഛാന്ന് ഇങ്ങനെ കല്ല് തൊട്ട് വിളിക്കുകയാണ്. അന്നേരം കണ്ണ് തുറക്കാതെ ഒന്നല്ലാതെ ഇങ്ങനെ നോക്കിയിട്ട്, വിഷ്ണു നീ വന്നോടാ, അച്ഛൻ ചത്തോന്നറിയാൻ വന്നതാണോ, ചത്തില്ല ഇവിടെ തന്നെ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഭാമ ഇങ്ങനെ ദയനീയമായിട്ട് രോഹിത്തിനെ നോക്കുന്നുണ്ട്. അന്നേരം ഞാൻ രോഹിത്താണ് എന്നിങ്ങനെ പറയുമ്പോൾ രാഘവനാർ ഒന്നുകൂടി കണ്ണ് തുറന്ന് നോക്കുമ്പോൾ രോഹിത്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ നീ ആയിരുന്നോ, നിൻ്റെ ചേട്ടൻ എവിടെയാടാ, നീ പോയി നിൻ്റെ ചേട്ടനെ കൊണ്ടുപോവാ, അവൻ എവിടെ പോയി കിടക്കുകയാണ്, അവനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വാ, ഞാൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അന്നേരം ഭാമ പറയുന്നുണ്ട്, രോഹിത്തെ എണീറ്റ് വാ എന്ന് പറയുകയാണ്. എന്നിട്ട് ഭാമ അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. അന്നേരം എന്താടാ പോവാത്തത്, പോയി വിളിച്ചുകൊണ്ട് വാ, ചെല്ല് എന്നൊക്കെ ഇങ്ങനെ പെട്ടെന്നുള്ള വെപ്രാളത്തിൽ ഇങ്ങനെ രാഘവനാർ പറയുന്നുണ്ട്. രോഹിത്ത് ആകെ വിഷമിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് അവൻ വരും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചാരിയിരിക്കുകയാണ് രാഘവനാർ. തുടർന്ന് ഭാമയാണെങ്കിൽ ഉമ്മറത്തെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ രോഹിത്തിനോട് പറയുകയാണ്, കണ്ടില്ലേ ഇതാണ് അവസ്ഥ, ഡോക്ടറുടെ മരുന്നൊക്കെ തീർന്നു, ഹോസ്പിറ്റലിൽ കാണിക്കണം, എന്തിനായാലും പണം വേണം, അതിന് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയേ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ സത്യമ്മ പറയും, ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇത് തിരിച്ചു വാങ്ങാനായിട്ട് നീ പോകണം, പിന്നെ വഴക്കും കുത്തുമൊക്കെ ഒഴിവാക്കിയിട്ട് നിരന്തരം പണം തരാനുള്ളവരുടെ പിന്നാലെ നടക്കണം, അവിടെ പണം തരുന്നവരെ അവിടെ പോയി ഇരിക്കുക തന്നെ വേണം, പണം തന്നാലേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് കുത്തിയിരിക്കുക തന്നെ വേണം, അപ്പോൾ അഭിമാനമുള്ളവരാണെങ്കിൽ പണം തരും എന്നിങ്ങനെ പറയുമ്പോൾ അല്ലാതെ വേറൊരു വഴിയില്ല എന്ന് പറയുമ്പോൾ കമലനും പിള്ളച്ചേട്ടനും ഒക്കെ നിൻ്റെ കൂടെ കാണുമെന്ന് പറയുന്നുണ്ട്. അന്നേരം അടിയും വഴക്കുമൊക്കെ ഒഴിവാക്കി നേരായ മാർഗത്തിൽ നമുക്ക് ചോദിച്ചു നോക്കാം, എന്തായാലും ചെയ്യാം എന്നിങ്ങനെ രോഹിത്ത് സത്യഭാമയോട് പറയുന്നുണ്ട്. ഇതേ സമയം ശിവനാണെങ്കിൽ തൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് എത്തുന്നുണ്ട്. അതായത് ഓൺലൈൻ ടാക്സി സർവീസ് നടത്തുന്നതാണ്, ക്യാബിൻ്റെ ആ ഒരു ഏർപ്പാട്. അന്നേരം ചെല്ലുമ്പോഴത്തേക്ക് കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, അതാര് മാണിക്കോത്തെ കൊച്ചു മുതലാളിയോ, എന്താ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം നീ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങിയല്ലോ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭാര്യയുടെ ഷെയറൊക്കെ കല്യാണം കഴിച്ച് അമ്മാവൻ്റെ ഏർപ്പാടാണ് എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ഈ കൂട്ടുകാരനാണെങ്കിൽ ഒരു ഫോൺ വരുന്നുണ്ട്. അന്നേരം അത് നേരത്തെ വണ്ടി ഒരു ഡ്രൈവറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇങ്ങനെ 24 മണിക്കൂർ ഉറങ്ങുന്ന ഒരാളിനെ ഓൺലൈൻ ടാക്സി ഓടിക്കാനായിട്ട് ഏൽപ്പാറാക്കാൻ പറ്റില്ലല്ലോ, ഇനി അയാളുടെ സേവനം വേണ്ട, മതി വെച്ചേക്കെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. അതൊക്കെ ശിവനിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. തുടർന്ന് നിൻ്റെ വിശേഷങ്ങൾ പറയുമെന്ന് പറയുമ്പോൾ ഏറെക്കുറെ നിനക്ക് അറിയാമല്ലോ എന്ന് പറയുന്നുണ്ട്. പിന്നെ അച്ഛനുമായിട്ടൊന്ന് തെറ്റി, അപ്പോൾ എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലവും ഒരു ജോലിയും വേണമെന്ന് പറയുന്നുണ്ട്. അന്നേരം താമസിക്കാനുള്ള സ്ഥലമൊക്കെ സെറ്റ് ചെയ്യാം, പക്ഷേ ജോലി നീ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ വീട്ടിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് വന്നവനെ അങ്ങനെ പറയേണ്ട ചിലവ് കാശ് വീട്ടിൽ നിന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ എന്ന്
പറയുകയാണ്. അന്നേരം അത് റെഡിയാക്കാം, നിനക്ക് ടാക്സി ഓടിക്കാൻ ഓൺലൈൻ ടാക്സി ഓടുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം നിനക്ക് രാഹുകാലമൊന്നും നോക്കുന്ന ഏർപ്പാടില്ലല്ലോ, സമയം നീ നോക്കിക്കൊള്ളാൻ പറയുന്നുണ്ട്. അന്നേരം എൻ്റെ സമയം എപ്പോഴാണോ അത് തന്നെയാണ് എനിക്ക് കറക്റ്റ് എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ ചാവി കൈയോടെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ടാക്സിയുടെ നമ്പർ ഞാൻ മെസ്സേജ് ചെയ്ത് നീ പാർക്ക് ലൈനിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചാവി വെച്ചോളൂ എന്നും പറഞ്ഞ് ഐശ്വര്യമായിട്ട് ഈ കൂട്ടുകാരനാണെങ്കിൽ താക്കോല് ശിവൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അന്നേരം ശിവനത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ നോക്കിയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണ് ശിവൻ അവിടെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വിഷ്ണുവും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, പിന്നീട് പോയിട്ട് ഡ്രൈവറായിട്ടാണല്ലോ ജോലി ചെയ്തത്. അതുപോലെ തന്നെയാണ് ശിവനും ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡ്രൈവറുടെ ആ ഒരു വേഷത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയം അവിടെ കളക്ടറേറ്റിലെ ശാലിനി ആണെങ്കിൽ തൻ്റെ ഒരു ക്യാബിനിലുണ്ട്. അവിടെ ആ വിഷ്ണുവിൻ്റെ ശാലിനിയുടെ ആ ഒരു ഫോട്ടോ ഫ്രെയിം ഇങ്ങനെ നോക്കി ശാലിനി സങ്കടപ്പെടുന്നുണ്ട്. ദിവസങ്ങളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ മനസ്സിൻ്റെ അകലം ഇങ്ങനെ കൂടുന്നുണ്ട്, നമ്മൾ കണ്ടുമുട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു, ഈ ഒരു വേർപാട് എന്നെ കൊണ്ട് താങ്ങാനായിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു കരച്ചിലിൻ്റെ അക്കോളം എത്തുന്ന ആ ഒരു ടൈമിൽ പിന്നെ റസാക്ക് എത്തുന്നുണ്ട്. റസാക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു മധുരയിലെ ഒരു ആളിനെയും കൊണ്ടാണ് വരുന്നത്. മേ കമിൻ മാഡം എന്നും പറഞ്ഞ് ചെല്ലുമ്പോൾ ശാലിനി ആ കണ്ണീരൊക്കെ മാറ്റി എസ് കമിൻ എന്ന് പറഞ്ഞിട്ട് റസാക്കിനെ വിളിക്കുന്നുണ്ട്. തുടർന്ന് എന്തായി പോയ കാര്യങ്ങൾ അന്വേഷിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാഡം ഒന്നും തോന്നരുത്, അവിടെ നിന്നും അന്വേഷിച്ച ഹോട്ടലുകളിലും ഹോസ്പിറ്റലിലും ഒക്കെ പോയി അന്വേഷിച്ചു, പക്ഷേ കിട്ടിയ ഫീഡ്ബാക്ക് എല്ലാം പോസിറ്റീവായിട്ട് ഒന്നല്ല. വിഷ്ണു എന്നയാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും സംശയത്തിലേക്ക് എത്തുന്നതാണ് കാര്യം എന്ന് പറയുമ്പോൾ റസാഖ് എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം മാഡം അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് ഇത് മാഡത്തോട് പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാണ്, പക്ഷെ എനിക്കത് പറയാതിരിക്കാണ്ട് കഴിയില്ല. ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റബിൾമാരോട് അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ഒരാളിനെ കൊണ്ടുവരുന്നുണ്ട്. അന്നേരം ഇത് മാരിയപ്പൻ മധുരയിലെ എന്തോ ഈ ദഹിപ്പിക്കുന്ന ആളുണ്ടല്ലോ അവിടുത്തെ, അങ്ങനെ ഒരാളാണെന്ന് പറയുന്നുണ്ട്. അതിനു മുന്നേ പറയുന്നുണ്ട് ആളും അർത്ഥവും ഇല്ലാതെ ഒരുപാട് ശവശരീരങ്ങൾ കത്തി അമരാറുണ്ട്, അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് മാഡം മനസ്സറിഞ്ഞ് നോക്കണം, ഇത് ഫൈനൽ കൺക്ലൂഷൻ അല്ല, നമ്മുടെ ഒരു സംശയം മാത്രമാണ്, അങ്ങനെയാണോ ഇല്ലയോ എന്നുള്ളത്. അയാളെ ഞാൻ മാഡത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ഇയാളെ കൊണ്ടുവന്നാണ് ഈ മാരിയപ്പൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് ഫോണിൽ റസാഖാണെങ്കിൽ വിഷ്ണുവിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇയാൾക്ക് നേരെ കാണിക്കുകയാണ്. എന്നിട്ട് അന്ന് സംസ്കരിച്ച ബോഡി ഇയാളുടേതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ശാലിനി ഇങ്ങനെ ആകെ വിറച്ചാകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അന്നേരം അയാൾ പിന്നീട് കണ്ണാടിയൊക്കെ സ്പെക്റ്റൊക്കെ എടുത്ത് വെച്ചിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ചെറിയൊരു സംശയം, ഇത് ആണോ എന്ന്, മുടി ഇത് തന്നെയാണോ എന്ന് പറഞ്ഞ് അയാൾ സംശയം തമിഴിലാണ് സംസാരിക്കുന്നത്. അന്നേരം ആണോ അല്ലയോ എന്ന് കറക്റ്റായിട്ട് റസാഖ് പോലീസ് ഭാഷയിൽ തന്നെ ചോദിക്കുന്നുണ്ട്. ചിന്ന സന്ദേഹം ഇരിക്ക് എന്നിങ്ങനെ പറയുകയാണ്. പക്ഷെ അത് വിഷ്ണു ആണ് എന്നുള്ളത് അയാൾ ഉറപ്പിച്ച് പറയുന്നില്ല. അതിനുശേഷം ഈ ഫോട്ടോയാണെങ്കിൽ മൊബൈലിലെ റസാഖിൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈലിലെ വിഷ്ണുവിൻ്റെ ഫോട്ടോ ഇങ്ങനെ ശാലിനിക്ക് നേരെ തിരിക്കുകയാണ്. ശാലിനി ഇങ്ങനെ ആകെ അന്തം വിടുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് കൂടെ കൊണ്ടുവന്നത് ഒരു പെണ്ണായിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം അത് ആരാണെന്ന് അറിയാമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അറിയില്ല എന്നിങ്ങനെ ഇയാൾ കൂടെ ഒരു പെണ്ണായിരുന്നു എന്ന് മാത്രമേ ഈ മാരിയപ്പം പറയുന്നുള്ളൂ. പെട്ടെന്ന് ശാലിനിയാണെങ്കിൽ തൻ്റെ ഫോണിൽ രേഷ്മയുടെ ഫോട്ടോ എടുത്തിട്ട് അയാൾക്ക് നേരെ കാണിക്കുന്നുണ്ട്. ഇതാണോ എന്ന് ആ കൂടെ വന്ന പെൺകുട്ടി ഇതായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം മുഖം മറച്ചിരുന്നതിനാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല. അയാളിങ്ങനെ തമിഴ് തന്നെ തിരിച്ച് പറയുകയാണ്. അന്നേരം ഈ ശാലിനി പറയുന്നുണ്ട് അത് ഹോസ്പിറ്റലിലെ അഡ്രസ്സ് തിരക്കിയാൽ അറിയത്തില്ലേ. അന്നേരം അത് ഫേക്ക് അഡ്രസ്സാണ്, മരിച്ച ആളിൻ്റെ പേര് സുകുമാർ എന്നും കൂടെ വന്ന ആളിൻ്റെ പേര് കനകലത എന്നുമാണ് കൊടുത്തിരിക്കുന്നത്. മൊബൈൽ നമ്പരും നാഗ്പൂരിൽ എവിടത്തെയോ ആണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം അവിടത്തേക്കും അന്വേഷണം പോകണം. ഇതങ്ങനെ പിന്നെ ഇത് നമുക്ക് കറക്റ്റായിട്ട് ഉറപ്പ് വരുത്തണം. ഇയാളെ രേഷ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം, നേരിട്ട് കാണുമ്പോൾ സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് റസാഖ് അയാളെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നുണ്ട്. തുടർന്നും ശാലിനി ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഫോട്ടോയിലേക്ക് നോക്കുകയാണ്. എന്തൊക്കെ വിഷ്ണുവേട്ട ഞാൻ ഈ കേൾക്കുന്നതൊക്കെ ഒരു പിന്നെ ഭർത്താവിനെ കുറിച്ച് ഭാര്യയ്ക്ക് കേൾക്കാൻ പാടില്ലാത്ത വാർത്തകൾ മുഴുവനാണ് കേൾക്കുന്നത്. ഇത് എത്ര കാലം വിഷ്ണുവേട്ടൻ ഇങ്ങനെ മാറി നിൽക്കാനായിട്ട് സാധിക്കും? പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ വിട്ടിട്ട് അച്ഛനോടും അമ്മയോടും ഒക്കെ ഞാൻ എന്താണ് പറയേണ്ടത്? ഞാൻ പൂർണ്ണമായി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഒരിക്കൽ വിഷ്ണുവേട്ടൻ ഞങ്ങളെ തേടി വരുമെന്നുള്ളത്. അതിന് എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. വിഷ്ണുവേട്ടൻ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് ശാലിനി ഇങ്ങനെ ഫോട്ടോയിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് ആണെങ്കിൽ വിഷ്ണു വന്ന് പിന്നെ ക്രിസ്മസ് പൂവിൻ്റെ വേഷം കെട്ടി വന്നതും കുട്ടികളോടൊപ്പം ബീച്ചിൽ പോയതും ഒക്കെ ഇങ്ങനെ മനസ്സിലൂടെ ഓർക്കുന്നുണ്ട്.
അതിനുശേഷം പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ അവിടെ യോഹന്നാൻ്റെ വീട്ടിലെ ഡെയ്സിയുടെ മുറിയിലേക്ക് എൽസമ്മ കോഫിയുമായിട്ട് എത്തുന്നുണ്ട്. അന്നേരം അവിടെ റൂമിലില്ല, ബാത്റൂമിലാണ് ഡെയ്സി. അന്നേരം മോളെ ഇതേ കോഫി ഇവിടെ ഇരിപ്പുണ്ട്, ഇത് എവിടെ വെച്ചേന്ന് പറയുന്നുണ്ട്. അന്നേരം ബാത്റൂമിൽ നിന്ന് തിരിച്ച് മറുപടിയൊന്നും കേൾക്കുന്നില്ല. അന്നേരം ഇവളെന്താ മിണ്ടാത്തതെന്ന് പറഞ്ഞുകൊണ്ട് എൽസമ്മയാണെങ്കിൽ ഡോറിങ്ങനെ തട്ടിയിട്ട് അത് ഓപ്പൺ ആവുന്നുണ്ട്. അന്നേരം നോക്കുമ്പോൾ ഡെയ്സി ആണെങ്കിൽ അവിടെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച്, അതായത് വെങ്കട്ടി ഇത് ഇങ്ങനെ ബക്കറ്റിലേക്ക് വെച്ചിട്ട് ബോധമില്ലാതെ ഇങ്ങനെ തറയിൽ ഇങ്ങനെ ഭിത്തിയോട് ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. അതുകൊണ്ട് എൽസമ്മ ആകെ വെപ്രാളപ്പെടുന്നുണ്ട്. ആരെങ്കിലും ഓടി വരണേ ചായ എന്നൊക്കെ കിടന്ന് വിളിക്കുക. അന്നേരം വെളിയിൽ ഫോൺ ചെയ്തുകൊണ്ടിരുന്ന യോഹന്നാൻ ബഹളം കേട്ടുകൊണ്ട് വരുന്നുണ്ട്. അന്നേരം എന്താന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മോള് എന്ന് പറയുമ്പോൾ നമ്മുടെ മോൾക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ബാത്റൂമിലേക്ക് ചൂണ്ടി കാണിക്കുന്നുണ്ട്. അന്നേരം യോഹന്നാൻ പെട്ടെന്ന് അതിനകത്തേക്ക് നോക്കുമ്പോൾ ഈ ഡെയ്സി ഇങ്ങനെ ആ ബോധാവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നു, കൈ ഇങ്ങനെ ബക്കറ്റിൽ വെള്ളത്തിൽ മുക്കി ഇരിക്കുകയാണ്, പൈപ്പ് ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുന്നു. അന്നേരം അയ്യോ എന്നിങ്ങനെ യോഹന്നാൻ വിളിച്ച് നിൽക്കുകയാണ്. ആ ഒരു സീൻ അത്രേ കാണിക്കുന്നുള്ളൂ. അതിനുശേഷം ശാലിനി ആണെങ്കിൽ തിരികെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ ചായയുമായിട്ട് രാഘവൻ നായർക്ക് കൊടുക്കാൻ വന്നതാണ്. അന്നേരം ശാലിനിയെ കണ്ട് ഉമ്മറത്തേക്ക് വരുന്നുണ്ട്. അന്നേരം രാഘവേട്ടൻ എടുത്ത ചായയാണ്, നിനക്കൂടെ എടുക്കട്ടേന്ന് ചോദിക്കുകയാണ്. അന്നേരം ചായ കുടിക്കാനുള്ള മൂടൊന്നുമില്ല, ചായ കുടിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളൊന്നുമല്ല, ഇപ്പോൾ വേണ്ടമ്മയെന്ന് പറഞ്ഞ് ശാലിനി അവിടെ ഇരിക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മയും കൂടെ ഇരിക്കുകയാണ്. അന്നേരം വാടി തളർന്നുള്ള വരവ് കണ്ടാലേ അറിയാം തളർന്ന് വരികയാണെന്നുള്ളത്. എന്നാലും ചായ കുടിച്ചാൽ ക്ഷീണം മാറുമെന്ന് അറിയാൻ വേണ്ടി വെറുതെ ചോദിച്ചതാണെന്ന് പറയുന്നുണ്ട്. അന്നേരം മടുത്തു അമ്മേ, ഈ ജീവിതം തന്നെ വേണ്ടാന്നൊരു തോന്നൽ തോന്നി തുടങ്ങി എന്ന് പറഞ്ഞ് ശാലിനി അങ്ങ് വിഷമം പറയുകയാണ്. അന്നേരം അച്ഛൻ എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ശാലിനി. ഞാൻ വരുമ്പോൾ ഉമ്മറത്ത് ഇവിടെ കാണാറുള്ളതാണല്ലോ, വിഷ്ണുവേട്ടൻ വന്നോ എന്നും പറഞ്ഞ്. അന്നേരം കിടക്കുകയാണ്, ഒന്ന് വീണു എന്ന് പറയുന്നുണ്ട്. അന്നേരം ശാലിനി എവിടെ എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനെ തിരക്കിയുള്ള ഇതിൽ നടത്തത്തിനിടയിൽ സ്റ്റെയറിൽ നിന്ന് വീണതാണ്, തലയൊന്ന് പൊട്ടി എന്ന് പറയുകയാണ്. അന്നേരം എല്ലാം കൊണ്ടും കഷ്ടകാലമാണല്ലോ എന്ന് പറഞ്ഞ് ശാലിനി വീണ്ടും വിഷമിച്ചിരുന്നിട്ട് എന്നാലും അച്ഛനെ ഒന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റിട്ട് റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം വിഷ്ണുവിൻ്റെ ഫോട്ടോ നോക്കി രാഘവൻ നായർ ഇങ്ങനെ ചാരി ഇരിക്കുകയാണ് കട്ടില്ല. ചുവരിൽ തൂക്കിയിരിക്കുന്ന ഫോട്ടോ നോക്കിയിട്ട് വിഷ്ണു മോനെ എവിടെയാടാ, എന്താടാ വരാത്തതെന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരമാണ് ശാലിനി ശാരദാമ്മയും കൂടി ചെല്ലുന്നത്. തുടർന്ന് അതിന് മുന്നേ ശാരദാമ്മ പറയുന്നുണ്ട് ചൂടോടെ ചായ കൊടുക്കാമെന്ന് പറഞ്ഞ് എടുത്തതാണ്, ഇടയ്ക്കൊക്കെ മുന്നേ ചോദിച്ചു വാങ്ങുമായിരുന്നു, ഇപ്പോൾ അതും ചോദിക്കാറില്ല, എപ്പോഴും വിഷ്ണുവിനെ തിരക്കാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ചെല്ലുന്നത്. അന്നേരം ആ മോളെ നീ വന്നോ, വിഷ്ണു വന്നോ എവിടെയെന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് വിഷ്ണുവേട്ടൻ വരും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം നീ അല്ലേ പറഞ്ഞത് എന്നെ വിഷ്ണുവിനെ എൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന്, ഞാൻ ചാവുന്നതിന് മുന്നെങ്കിലും അവൻ വരുമോ എവിടെ എന്നൊക്കെ ചോദിച്ച് രാഘവൻ നായർ ഇങ്ങനെ സങ്കടപ്പെടുകയാണ്. അന്നേരം ശാലിനി ആലോചിക്കുന്നുണ്ട്, ആ റസാക്ക് പറഞ്ഞ കാര്യം, വിഷ്ണു എന്നൊരാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും സംശയമാണ് എന്നതൊക്കെ പറഞ്ഞതാലോചിച്ച് ശാലിനിയും വിഷമിച്ചിരിക്കുകയാണ്. ഇത്രയുമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിന് ശേഷമുള്ള നാളത്തെ എപ്പിസോഡിലായിരിക്കും ശിവനാണെങ്കിൽ ആ ടാക്സി ഓടാൻ പോകുന്ന ആ ഒരു ടൈമിലാണ് രോഹിത്തിനെ അവിടെ ആളുകളിട്ട് തല്ലുന്നത് കാണുന്നതും പിന്നീട് ശിവൻ ഇടപെടുന്നതും ആ പൈസ വാങ്ങിച്ച് കൊടുക്കുന്നതും ഒക്കെ. അപ്പോൾ സത്യഭാമയ്ക്ക് ശിവനെ കാണുമ്പോൾ ഒരു ഇഷ്ടമൊക്കെ തോന്നും, ശിവനെ കൂടെ നിർത്തിയാൽ കൊള്ളാമെന്നൊക്കെ തോന്നും. അതൊക്കെ ഇനി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.